ഞങ്ങളുടെ പ്രചരണ വണ്ടി ഇത്തിരി വലുതാണല്ലോ, അത് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരിടത്ത് നിർത്തിയപ്പോൾ അവിടെ ഒരു പറ്റം സ്ത്രീകൾ നിൽക്കുന്നുണ്ടായിരുന്നു, കുറെ അമ്മമാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ഇലക്ഷൻ ഇനി 6-7 ദിവസം കൂടെ ഉള്ളൂ. 9-ാം തീയതി നമുക്ക് നമ്മുടെ ജനങ്ങൾ വിധി എഴുതും. ആരിനി 5 വർഷം ഭരിക്കും, ആരിനി കേരളം നയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു 5-6 ദിവസത്തിന് ശേഷം അതിനൊരു തീരുമാനമാവുകയാണ്. അപ്പൊ ഇലക്ഷനൊക്കെ ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ചർച്ചാ വിഷയം, അതായത് ഇലക്ഷന് മുൻപും ഇപ്പോഴും ഇലക്ഷൻ പ്രചരണത്തിന്റെ ഇടയിലും ചർച്ചയായിട്ടിരിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടാണ്. ഓഫ്കോഴ്സ് നമുക്കറിയാം, അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു മണ്ഡലമായിരുന്നു. രാഹുലാണ് ഇപ്പം MLA. ആ ഒരു സ്ഥാനത്തേക്ക് ഇപ്പം ഒരു ജനപ്രതിനിധിയായിട്ട് വന്നിരിക്കുന്നത് പിഷാരടിയാണ്. പിന്നീട് അവിടെ നിൽക്കുന്ന വേറൊരു സ്ഥാനാർത്ഥി BJP NDAയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാല് ശോഭാ സുരേന്ദ്രനാണ്. അപ്പൊ അവിടെ അവിടെ CPM വലിയ വോയിസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു മത്സരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് UDF-ഉം NDAയും തമ്മിലുള്ള മത്സരമാണ്. അതായത് പിഷാരടിയും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇന്നലെ ഒരു സംഭവം നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പിഷാരടി വോട്ട് ചോദിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് അവിടെ കുറച്ചധികം സ്ത്രീകൾ വന്ന് തടയുന്ന ഒരു രംഗം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തോ വളരെ അത്ഭുതം അയ്യേ എന്ന് തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു സംഭവമായി തോന്നി. അപ്പൊ ഫ്രണ്ട്സ്, എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ലൈക്ക് കൊടുക്കുക, പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, പിന്നെ കമന്റ് ഈ വിഷയത്തെ തീർച്ചയായിട്ടും ചെയ്യുക. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇന്നലെ ഇത് പതിവ് പോലെ തന്നെ UDF-ഉം NDAയും എല്ലാവരും ഇങ്ങനെ പ്രചാരണത്തിന് ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇങ്ങനെ പോയപ്പോഴത്തേക്ക്, പിഷാരടി പോയപ്പോഴത്തേക്ക് അവിടെ വോട്ട് ചോദിച്ചുകൊണ്ട് പോയപ്പം ഇങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് ഒരു യുവതി വരികയും പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളാവുകയും അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ എക്കായാലും അതിനെ തുടർന്ന് പിഷാരടി ഇതിനെ തുടർന്ന് സംസാരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങളുടെ പ്രചരണ വണ്ടി ഇത്തിരി വലുതാണല്ലോ, അത് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരിടത്ത് നിർത്തിയപ്പോൾ അവിടെ ഒരു പറ്റം സ്ത്രീകൾ നിൽക്കുന്നുണ്ടായിരുന്നു, കുറെ അമ്മമാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങുകയും അവരെടുത്ത് പോയി അവരോട് വർത്താനം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അതിലൊരു അമ്മ എന്നോട് വീട്ടിലോട്ട് വരുമെന്ന് ചോദിച്ചു, അകത്തോട്ട് വരുമെന്ന് ചോദിച്ചു. ഞാൻ പൊതുവെ നമുക്ക് ഈ പരിമിതമായ സമയമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഒരുപാട് വീടുകളിൽ പോകുന്നില്ല. കാരണം ഒരു വീട്ടിൽ പോയാൽ തൊട്ടടുത്ത വീട്ടിൽ പോയില്ല എന്നുള്ള പരാതി വരുത്തണ്ടല്ലോ. അതുകൊണ്ട് വീടുകൾ പോക്ക് കുറവാണ്. ഞാൻ പറഞ്ഞു, വീട്ടിൽ ഞാൻ മറ്റൊരു അവസരത്തിൽ വരാമെന്ന് പറഞ്ഞു. അതിന്റെ തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്, എന്നാൽ അവിടെ വന്നൊന്ന് തൊഴുതിട്ട് പൊക്കോളൂ എന്ന് എന്നോട് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ നടക്കാന്ന് പറഞ്ഞു. പ്രചരണാർത്ഥം അല്ല കേട്ടോ, ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഞങ്ങളിങ്ങനെ നടന്നങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇളം നീല ചുരിദാറിട്ടൊരു സ്ത്രീ മുന്നിലേക്ക് വന്നു. നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുമ്പോൾ എപ്പോഴും പരിചയപ്പെടാനൊക്കെയുള്ള വിചാരത്തിലാണ് ഞാൻ. ഇവർ വരികയും വല്ലാതെ ഒച്ചയെടുക്കുകയും, ഇതിലെ നിങ്ങൾ ആരെയും കയറ്റി വിടില്ല, കടത്താൻ പറ്റില്ല, നിങ്ങൾ ഇതിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നു. അപ്പോഴേക്കും എന്റെ കൂടെ ഉണ്ടായിരുന്നവര് ഇത് നിങ്ങൾക്ക് ഉള്ള സ്ഥലം നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. എന്താണ് NDA ഒരു UDF സ്ഥാനാർത്ഥി കയറി ഒരു വോട്ട് ചോദിച്ചാൽ വോട്ട് മറിഞ്ഞു പോവോ? അത് UDF-ലോട്ട് പോകുന്ന അത്ര ഒരു സ്റ്റേബിൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ BJP-ക്കകത്ത്? നിങ്ങൾക്ക് അത്രയും വിശ്വാസം ഉള്ളോ? അങ്ങനെ പോകുന്ന ഒരു വോട്ടാണ് അങ്ങനെ പോട്ടെ എന്ന് വെക്കണം. ഇത് വളരെ അയ്യേ എന്ന് വെക്കേണ്ട ഒരു ഇതായിപ്പോയി. ആകപ്പാടെ 10-100 വോട്ട് കിട്ടേണ്ട ഒരു സാഹചര്യമായിരുന്നു. ഇപ്പൊ ഈ ഒരു ചേച്ചി, ഒരു ഇളം നീല ചുരിദാറിട്ട ചേച്ചിയുടെ ശുഷ്കാന്തി കൊണ്ട് ഇപ്പൊ ആ വോട്ടിനും കൂടെ ഒരു തീരുമാനമായിട്ടുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ഈ ശോഭാ സുരേന്ദ്രന്റെ വളവളാന്നുള്ള വർത്താനം കേൾക്കുമ്പോൾ തന്നെ അടിമുടി ചൊറിഞ്ഞു കയറും. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു കാര്യം അവതരിപ്പിക്കാനുള്ള കഴിവ് എന്നാണെങ്കിലും ശോഭാ സുരേന്ദ്രനില്ല. അവർക്ക് ആ പടി ചെലപ്പാണ്. നമുക്കൊരു കാര്യം അവതരിപ്പിക്കുമ്പം അത് കേൾക്കാൻ ഒരു ഇമ്പം വേണം. ഈ ചുമ്മാ ഇങ്ങനെ ചലച്ചോണ്ടിരുന്നാൽ നമുക്കത് അരോചകമാണ് ഉണ്ടാകുന്നത്. എനിക്ക് ശോഭാ സുരേന്ദ്രന്റെ ഓരോരോ വാക്കും ഈ പ്രതികരണം എല്ലാം കാണുമ്പോഴത്തേക്ക് എനിക്ക് ഈ അലപ്പ്, ഈ ചീവിടി, ഈ കാക്കക്കുട്ടി കല്ലെറിയുന്ന ഒരു അവസ്ഥയാണ്, ആ ഒരു പ്രതീതിയാണ് കിട്ടുന്നത്. സത്യം, സീരിയസ്ലി പറയാണ്. ഏതൊരു കാര്യമാണെങ്കിലും അവരൊരു ക്ഷമയോടെ, ഒരു പക്വതയോടെ ഒരു മറുപടി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതിനെ തുടർന്ന് അവർ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. ചുമ്മാ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ആ രീതിയിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാകണം. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് അരോചകമായിട്ട്, ഞാൻ സംശയം ഉണ്ടെങ്കിൽ നീ ഒന്ന് കണ്ടു നോക്ക്. വേണ്ട, ഞാൻ ഈ ഒന്ന് പൂർത്തീകരിച്ചിട്ട് നമുക്ക് വെക്കാം. അല്ലല്ലോ, നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവര് തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ട്. എന്ത് ചെയ്തിട്ടും ആ സ്ത്രീ നമ്മളെ അങ്ങോട്ട് പോകാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, തൽക്കാലം ഇപ്പൊ നമ്മൾ തിരിച്ചൊപ്പം ഒച്ചെടുക്കലല്ല വേണ്ടത്. ഞാനും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ കാര്യമായിട്ടൊന്നും പറയാത്തത്, ഒന്നാമത് എനിക്കെതിരെ ഒച്ചെടുത്തോണ്ട് വന്നത് ഒരു സ്ത്രീയാണ്. ഞാൻ എന്തെങ്കിലും എന്റെ വായിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ സ്ത്രീ വിരുദ്ധതയായി എന്നെ വല്ല ഭേദ്യം ചെയ്യാൻ വന്നു. ഞാൻ വല്ല തൊട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടുന്നായി. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൈ പുറകെ കെട്ടി ആദ്യം നിന്നു. അത് നിന്ന ശേഷം വല്ലാതെ ഒച്ചയെടുക്കുന്നു. ഇവിടെ ഇവർ വരാൻ പാടില്ല, ഇവിടെ പ്രചരണത്തിന് വരാൻ പാടില്ല. അപ്പൊ ഇവര് ആ ഒരു അമ്മ, ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ ഭാര്യയാണ്, ഒരു ആ വീഡിയോ കാണുന്ന ഒരു ഡാർക്ക് ബ്ലൂ സാരി എടുത്തൊരു അമ്മ. ആ അമ്മ, നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്കാണ് വിളിച്ചത്, ഈ റോഡ് ഇവരുടെ അല്ല, അതുകൊണ്ട് നീ ദയവ് ചെയ്ത് എന്റെ കൂട്ടത്തിൽ എന്റെ വീട്ടിലോട്ട് വാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നം വേണ്ട. കാരണം രാഷ്ട്രീയത്തിൽ ബലാബലം പരീക്ഷിക്കേണ്ടത് ഇത്തരത്തിലല്ല. രാഷ്ട്രീയത്തിൽ ബലാബലം പരീക്ഷിക്കേണ്ടത് ആശയങ്ങൾ കൊണ്ടാണ്. നോക്കൂ, പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഭൂരിപക്ഷം സ്ഥലങ്ങളും UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ്.
UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എല്ലായിടങ്ങളിലും BJP ഉൾപ്പെടെയുള്ള മറ്റെല്ലാ പാർട്ടികളും സധൈര്യം സുഖമായി പ്രചരണം നടത്തുന്നുണ്ട്. ഒരു ചെറിയ സ്ഥലത്ത് ശക്തിയുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ ബാക്കിയുള്ള പാർട്ടികൾ പ്രചരണത്തിന് വരരുത്, അവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്, എത്ര സങ്കുചിതമായ മനസ്സായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്ത സത്യമാണ്. ഇവിടെ ഒരു പിഷാരടി ഒരു എന്താണ്, അതെ സത്യമാണ്. ഇവിടെ പിഷാരടി എന്താണ് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു നമുക്കൊരു എന്താണ് ഉയർന്ന ഒരു പൊളിറ്റിക് പൗരൻ എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് എപ്പോഴും കൊടുക്കുന്നത്. അപ്പൊ പിഷാരടി ഈ രംഗത്തോട്ട് വരുന്നതിന് മുമ്പ് കുറെ അധികം ട്രോളും കാര്യങ്ങളും വന്നിരുന്നു. ഇതൊരു കോമാളിയാണെന്നുള്ള ഒരു പരാമർശം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിഷാരടി അങ്ങനെ ഒരു വ്യക്തിയല്ല. നന്നായിട്ട് പൊളിറ്റിക്സ് അല്ലെങ്കിൽ കാര്യഗൗരവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. നമുക്കിപ്പം ഇത്തരം ദിവസമായി പ്രചാരണം തുടങ്ങിയിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ഈ ഡേറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതിനോടകം തന്നെ എല്ലാ വ്യക്തികളെയും മീഡിയാസിന്റെ മുന്നിൽ ഒരു പ്രശ്നം അവതരിപ്പിക്കുകയാണെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് വിശകലനം ചെയ്യുകയാണെങ്കിലും അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, എന്നാൽ അതിനകത്ത് പൊളിറ്റിക്സിന്റെ ആയ അങ്ങനത്തെ വാക്കുകളൊന്നും യൂസ് ചെയ്യാതെ സാധാരണക്കാർക്ക് എന്താണോ മനസ്സിലാകുന്ന രീതിയിൽ ആ രീതിയിലാണ് അദ്ദേഹം എന്താണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോൾ മറ്റേത് വിഷയങ്ങളായിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള ചൊറിഞ്ഞുള്ള ചോദ്യങ്ങളായിക്കോട്ടെ, ഏത് ചോദ്യമാണെങ്കിലും അദ്ദേഹം അതിന്റെ കാര്യഗൗരവത്തിൽ നിന്ന് അതിന്റെ ബൗണ്ടറിയിൽ നിന്നിട്ട് വരാനിരിക്കുന്ന ഭവിഷ്യത്തും ഇനിയുള്ള ഭവിഷ്യത്തും കറന്റ് ഉള്ള സിറ്റുവേഷൻ എല്ലാം കൂടെ ക്രോഡീകരിച്ച് പെട്ടെന്ന് ഉടനടി ആക്ഷൻ എടുത്ത് ഉടനടിയുള്ള ഒരു മറുപടിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇയാൾ ആപ്റ്റാണ്. പാലക്കാടിന് ഇയാൾ ആപ്റ്റാണ്, ഇയാൾ ആവശ്യമാണ്, ഇയാളെ പോലുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് പാലക്കാടിന് ആവശ്യം. അതേസമയം എന്താണ് ഈ ശോഭാ സുരേന്ദ്രന്റെ ഒരു കേസിലോട്ട് വരുമ്പോഴത്തേക്ക് എന്തിനാണ് ഇവർ പേടിക്കുന്നത്? ഇവര് എല്ലാരും പ്രചരണം അനായാസം എല്ലായിടത്തും നടത്തുന്നുണ്ട്. അപ്പം ഇവിടെ പിഷാരടി പറഞ്ഞ പോലെ കുറച്ച് ഒരു മുൻതൂക്കം കൂടുതലുള്ള ഒരു ഏരിയയിലോട്ട്, അതായത് BJPക്ക് NDAക്ക് കുറച്ച് മുൻതൂക്കം കൂടുതലുള്ള ഒരു ഏരിയയിലോട്ട് ഒരു UDF പ്രവർത്തകൻ, അതായത് സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പേടിയാണോ? എത്ര മുൻതൂക്കത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങനെ മറിയുന്ന വോട്ടാണോ നിങ്ങളുടെ? അപ്പൊ നിങ്ങൾക്ക് അതിനൊരു നട്ടലില്ലേ? വാഴപ്പിണ്ടിയാണോ NDA സർക്കാർ നിങ്ങൾ വെച്ചിരിക്കുന്നത്? അപ്പൊ ഇത് നമുക്ക് ചോദിക്കേണ്ടി വരും. നിങ്ങൾ ചോദിപ്പിച്ചതാണ്. അപ്പം ഇനി ഒട്ടും താമസിക്കേണ്ട, ഇതേ ഒരു വിഷയം എടുത്തടിച്ചുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഇതില് പിഷാരടി ഇങ്ങനെ തന്നെ പ്രതികരിച്ചു നന്നായി. കാരണം ഇവര് ഫോക്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പീഡനം, ആ ഒരു ബേസ്, സ്ത്രീ സുരക്ഷ, അങ്ങനെ ഒരു ബേസ് ആണ് പിടിക്കുന്നത്. അല്ലാതെ വേറെ ഒരു കാര്യവും ചുക്കും ചുണ്ണാമ്പും ഇതിനകത്ത് എന്താണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കേട്ടില്ല. അപ്പം ശോഭ പറയുന്ന ഒരു കാര്യം കൂടെ കേട്ടിട്ട് വരാം. UDF-ന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ബലാത്സംഗം എന്നാണ്. അതിനർത്ഥം ഒരു വ്യക്തിക്ക് സൗകര്യം പോലെ തോന്നുന്നത് പോലെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ എവിടെ വെച്ചും പീഡിപ്പിക്കാം, എവിടെ വെച്ചും ബലാത്സംഗം ചെയ്യാം. ഇത്ര നെറികെട്ട രീതിയിൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ അപമാനിക്കുന്ന രീതിയിൽ, ഇവിടുത്തെ പെൺകുട്ടികളുടെ അമ്മമാരുടെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പ്രതികരിച്ചിട്ടുണ്ടോ? ആ പ്രതികരണത്തെ തുടർന്ന് അമ്മമാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടാകും. എന്താ ചെയ്യേണ്ടത്? അടിയന്തരമായി പ്രക്ഷോഭം എന്ന് പറയുന്ന പെണ്ണുപിടിയനെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കണം എന്ന് പറയേണ്ട ശരിക്കും എന്താണ് പിഷാരടിയെ കോൺട്ര ചെയ്ത് അറ്റാക്ക് ചെയ്യുവാണ് ഇവര്. പിഷാരടി ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ തന്നെ പിഷാരടിക്ക് ഭൂരിപക്ഷം കൂടുകയുള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഒരു വ്യക്തി ഒരു കൊച്ചിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് അയാളെടുത്ത ഒരു തീരുമാനമല്ലേ? അല്ലെങ്കിൽ പാർട്ടിയിൽ അപേക്ഷ വെച്ചിട്ട് ഞാൻ ഇന്ന കുട്ടിയെ പീഡിപ്പിക്കാൻ പോവാണ്, പാർട്ടി സെക്രട്ടറിയുടെ അനുമതിയും വെച്ച് ഒരു പാർട്ടി കത്ത് കൊടുത്തിട്ടാണോ അവിടെ പീഡിപ്പിക്കുന്നത്? എന്ത് പൊട്ടത്തരമാണ് സ്ത്രീയെ നിങ്ങൾ ഈ വിളിച്ച് പറയുന്നത്? സോറി, ഇനി സ്ത്രീയെ എന്ന് വിളിച്ചെന്ന് വേണ്ട, എന്ത് പൊട്ടത്തരമാണ് മേഡം നിങ്ങൾ ഈ സൊസൈറ്റിയിലോട്ട് വിളിച്ച് പറയുന്നത്? നിങ്ങളാണോ ഈ ഒരു സ്ഥാനത്തേക്ക് ഒരു ജനപ്രതിനിധിയായിട്ട് കയറാൻ പോകുന്നത്? നിങ്ങൾക്ക് വേറെ ഒരു കാര്യമില്ല. എന്തിനാണ് ഇങ്ങനെ പിഷാരടി? കുഴപ്പമില്ല, നിങ്ങൾ കോർണർ ചെയ്തോളൂ. നിങ്ങൾ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു 10 വോട്ടിൽ 9 വോട്ടും കുറവാണ്. അത് മാത്രമേ നമുക്ക് പറയാവുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇവരുടെ ഒരു സംസാരം ഭയങ്കര അരോചകമായിട്ടാണ് തോന്നിയത്. പിഷാരടി എപ്പോ ഒരു കാര്യങ്ങൾ പറയുന്നത് ആളെന്ന് മുറിച്ചാണ് അദ്ദേഹം വാക്കുകൾ പറയുന്നത്. പിന്നെ അദ്ദേഹം എന്താണ് പറയേണ്ടത്? പാർട്ടിയിൽ കത്ത് കൊടുത്തിരുന്നു, ഞാൻ പീഡിപ്പിച്ചോട്ടേന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരാൾ കത്ത് കൊടുത്തിരുന്നു, എന്നിട്ട് പാർട്ടി അനുമതി കൊടുത്തതിന് ശേഷമാണ് പീഡിപ്പിച്ചതെന്നാണോ പറയേണ്ടത്? ഒരാളുടെ വികാരം അയാളുടെ പേഴ്സണൽ ആസെറ്റ് അല്ലേ? അതിനകത്ത് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൈകടത്താൻ എന്തെങ്കിലും പങ്കുണ്ടോ? ഇതെന്താണ് മേഡം നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കണം എന്ന് പറയേണ്ട UDF സ്ഥാനാർത്ഥി കമാനൊരക്ഷരം ഈ നിമിഷം വരെ വേണ്ടിയിട്ടില്ല. കേരളം ചർച്ച ചെയ്തിട്ടുള്ള അതെന്തിനാണ് അറസ്റ്റ് ചെയ്തിട്ട് തുറങ്കിലടക്കണം എന്ന് പറയേണ്ട ആവശ്യകത എന്താണ് ഇവിടെ? ഇവിടെ എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണത്തിന് വിട്ടുകൊടുത്തു. അത് UDF അല്ല,
ഇവിടെ എന്താണ് നിയമവും കോടതിയും കാര്യങ്ങളൊക്കെ. അതിന് പോലീസ് ഉണ്ട്, നമുക്ക് നിയമനായ വ്യവസ്ഥയുണ്ട്, കോടതിയുണ്ട്. ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിയാണ്. നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലേ? എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ലേ? നമ്മുടെ ലോയൊന്നും അറിയത്തില്ലേ? അറിയാതെയാണോ ഇങ്ങനെ വന്നിരിക്കുന്നത്? ഒരിക്കലും ഒരു LDF, UDF, NDO ഇവരല്ല കോടതി. അത് വേറെയാണ്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അപ്പം ഇതിനകത്ത് തുറങ്കിലടയ്ക്കാൻ പറയാന് പിഷാരടി ആരുമല്ല. അന്വേഷണത്തിന് വിട്ടുകൊടുക്കൂ. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. ഇയാള് അതുവരെ നമുക്ക് എന്താണ് പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് മാത്രമാണ്. അത് ഇവിടെ ചെയ്തു. അത് മറ്റേത് പാർട്ടി ചെയ്യുന്നേക്കാളും പെട്ടെന്ന് തന്നെ കോൺഗ്രസ് ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം വന്നപ്പോൾ തന്നെ VT സതീശൻ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്താനെടുത്ത ആ തീരുമാനമാണ് അദ്ദേഹത്തിന് ഏറ്റവും വേദനിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം LDFന്റെ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ എന്താണ് ഇവിടെ പീഡിപ്പിച്ചും പീഡന വീരന്മാരൊക്കെ ചുമ്മാ മന്ത്രി കസേര ഇരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നി വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും ചിലന്തിക്കുക. ബൈ.